വയനാട് മേപ്പാടി പുത്തുമലയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. പ്രദേശവാസിയായ ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിയോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരുക്കുണ്ട്. ഇന്ന് രാവിലെ 7:30-നായിരുന്നു സംഭവം. ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയരാജ്, ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, വയനാട് വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വയനാട് മേപ്പാടി കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ജെസ്സി അല്ലെങ്കിൽ പുത്തുമല എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജെസ്സി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് മരിച്ചത്. രാവിലെ ഭർത്താവുമൊത്ത് ജോലിക്ക് പോകുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ചത്. സ്കൂട്ടറിലായിരുന്നവർ യാത്ര ചെയ്തത്. എന്തായാലും ഒരു ദാരുണമായ സംഭവമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം കാട്ടാനയുടെ ഒരു ശല്യം ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിലും അതിനുവേണ്ട നടപടികളൊന്നും അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ പ്രതിഷേധവുമുണ്ട്. എന്തായാലും ഈ സ്ത്രീയും ഭർത്താവും രാവിലെ ജോലിക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നാണ് അറിയുന്നത്. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്ത് മനുഷ്യമൃഗ സംഘർഷം പതിവാകുകയാണെന്നും എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതയുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ പുത്തുമല ചൂരമല എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, ഈ ഒരു അല്ലെങ്കിൽ വലിയ ഒരു സംഭവം നടന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് തന്നെ കാട് പ്രദേശമാണ്. നമുക്കറിയാം ഈ മുൻപ് നടന്ന ഓരോ ആക്രമണങ്ങൾ നമുക്കറിയാം, കാട്ടാനയുടെയും അല്ലെങ്കിൽ കടുവയുടെയും ഒക്കെ. പക്ഷേ ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം വലിയ ഭീതിയിലാണുള്ളത്. എന്തായാലും ഈ മരിച്ച ജെസ്സിയുടെ തുടർ നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാജി എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് ചികിത്സയിലാണുള്ളത്. എന്തായാലും വേണ്ട നടപടികൾ എടുക്കണമെന്നുള്ള ഒരു ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അനുശ്രീ. ശരി, ജയരാജ് ബത്തേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.